ദൈവവചന ധ്യാനത്തിനായിട്ട് ഒന്നാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കാം. ഒന്നാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവരുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. വേർപാടിൻ്റെ ആവശ്യകതയും ശക്തിയും പ്രാധാന്യതയും ഈ വായിച്ച വചനത്തിൽ വിലക്കപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കാണാം. ഒന്ന്, നമ്മുടെ നടപ്പിനെ വിലക്കിയിരിക്കുന്നു, നമ്മുടെ നിൽപ്പിനെ വിലക്കിയിരിക്കുന്നു, നമ്മുടെ ഇരിപ്പിനെയും വിലക്കിയിരിക്കുന്നു. നടക്കരുത് എന്നല്ല, ആരുടെ കൂടെ നടക്കുന്നു എന്നതാണ് വിഷയം. നിൽക്കരുത് എന്നല്ല, എവിടെ നിൽക്കുന്നു എന്നതാണ് വിഷയം. ഇരിക്കരുത് എന്നല്ല, എവിടെ ഇരിക്കുന്നു എന്നതാണ് വിഷയം. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ്റെ വഴിയെയും അവൻ്റെ നിൽപ്പിനെയും അവൻ്റെ ഇരിപ്പിടത്തെയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്, ഇതെല്ലാം ലക്ഷ്യമാക്കുന്നത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന വ്യക്തികളെയാണ്. എന്നോട് പറഞ്ഞാൽ ദുഷ്ടന്മാരുടെ എന്ന വാക്ക് തെറ്റായി തർജ്ജമ ചെയ്തിരിക്കുന്നതാണ്. അൺഗോഡ്ലി മാൻ, ദൈവമില്ലാത്ത മനുഷ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. വൃത്തികെട്ടവൻ എന്ന അർത്ഥമല്ല. അപ്പോൾ ദൈവത്തെ പരമാർത്ഥമായി മനസ്സിലാക്കാത്ത, ആരാധിക്കാത്ത, സ്നേഹിക്കാത്ത ആളുകളുമായി ഒത്തിരി സമയം ചിലവഴിച്ചാൽ അവരുടെ ആലോചനകൾ നമ്മെ സ്വാധീനിക്കും, അവരുടെ ഭാഷ നമ്മെ സ്വാധീനിക്കും, അവരുടെ മനോഭാവം നമ്മെ സ്വാധീനിക്കും, അവരുടെ സ്വഭാവം നമ്മെ സ്വാധീനിക്കും. സ്വാധീനത്തിൻ്റെ പ്രായപരിധി ഇല്ലെങ്കിലും ബാല്യപ്രായവും യൗവനപ്രായവുമാണ് സ്വാധീനം കൂടുതൽ വരുന്നത്. ചെറിയ പ്രായത്തിൽ കിട്ടുന്ന കൂട്ടുകെട്ടുകൾ വളരെ വളരെ സ്വാധീനത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. സങ്കീർത്തനം നമ്മെ രാവിലെ ഓർപ്പിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് ആരുടെ ആലോചനകളാണ് കൂടുതൽ വരുന്നത്. ഇവിടെ 2 ആലോചനയേ ഉള്ളൂ. ഒന്ന്, ദൈവവചനത്തിൻ്റെ ആലോചന. 2, ദൈവമില്ലാത്തവരുടെ ആലോചന. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ ആലോചനയിൽ നടക്കുകയാണ്. അതിനെക്കുറിച്ച് പ്രവാചകൻ പറയുന്നത്, അവർ എൻ്റെ ആലോചനാ സഭയിൽ നിന്നെങ്കിൽ. വിശ്വാസത്തിൽ പരിചയക്കുറവുണ്ടെങ്കിലും പുതിയതാണെങ്കിലും പേടിക്കേണ്ട. ദൈവത്തിൻ്റെ കൗൺസിൽ, ദൈവത്തിൻ്റെ ആലോചന സഭയാണ് തിരുവചനം.
തിരുവചനം വ്യക്തിപരമായി ധ്യാനിക്കുകയും സഭയിൽ ധ്യാനിക്കുകയും പ്രാർത്ഥനയിൽ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ കൗൺസിലിൽ നിൽക്കുകയാണ്, ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ ധൃതി വെക്കാൻ പാടില്ല. കോടതിയിൽ ഒരാൾ ചെന്നിട്ട് എനിക്ക് ബിസിയാണ് എന്ന് പറയുമോ? അങ്ങനെ പറഞ്ഞാൽ അത് തന്നെ കുറ്റമായിട്ട് വരും. കോടതിക്ക് എത്ര പ്രാവശ്യം വേണേലും സമയം നീട്ടി വെക്കാം. അടുത്ത മാസം 18-ാം തീയതിയിലേക്ക് ഈ കേസ് മാറ്റിയിരിക്കും. ആർക്കും ഒന്നും മറുപടി പറയാനില്ല. അത് ജഡ്ജിയുടെ പരമാധികാരമാണ്. ഇതുപോലെ മഹാദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ ക്ഷമയോടെ ചെന്നാൽ, ക്ഷമയോടെ ധ്യാനിച്ചാൽ എല്ലാറ്റിനും ഉത്തരം കിട്ടും. എല്ലാറ്റിനും ഉത്തരം കിട്ടും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചും അന്യഭാഷാ ഭാഷണത്തെക്കുറിച്ചും ഒരു സ്ഥലത്ത് ക്ലാസ്സുകൾ എടുത്തു. സംശയം ചോദിക്കാൻ സമയം കൊടുത്തപ്പോൾ പരിഹസിക്കാനല്ല, സത്യം അറിയാൻ വേണ്ടിയിട്ട് ഒരാൾ ചോദിച്ചു, യേശുക്രിസ്തു അന്യഭാഷ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ അതിനെക്കുറിച്ച് ധ്യാനിച്ചിട്ട് മറുപടി പറയാം എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തൊട്ട് 2 ആഴ്ച ഇങ്ങനെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചില്ല. വചനം ധ്യാനിക്കുകയും മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉത്തരം കിട്ടി. അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്താ? അറിയാത്ത ഭാഷ. യേശുവിന് അറിയാത്ത ഭാഷ ഏതാ ഉള്ളത്? യേശു ഏത് ഭാഷ പറഞ്ഞാലും അത് അന്യഭാഷയാകത്തില്ല. ഞാൻ അന്യഭാഷ പറയുന്നെങ്കിൽ എനിക്കറിയാത്ത ഭാഷയായിരിക്കണം. യേശുവിന് അറിയാത്ത ഒരു ഭാഷയില്ല. ഈ കാര്യം അവരെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വളരെ സന്തോഷമായിരുന്നു. എല്ലാറ്റിനും ഉത്തരവുണ്ട്, എല്ലാറ്റിനും ഉത്തരവുണ്ട്. പക്ഷെ ധൃതി വെക്കരുത്. ഫാസ്റ്റ് ഫുഡ് കടയിൽ പോകുന്ന പോലെ പോകരുത്. തട്ടുദോശ കിട്ടുന്ന പോലെ കിട്ടത്തില്ല. സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയ ഒരു 1/2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം ഫുഡ് ഓർഡർ ചെയ്ത് കിട്ടണമെങ്കിൽ. അതിന് സമയമുണ്ടെങ്കിലേ പോകാവുള്ളൂ. അതിനേക്കാളൊക്കെ സ്റ്റാറല്ലേ ദൈവത്തിൻ്റെ സന്നദ്ധി. പെർഫെക്റ്റ് ആലോചന കിട്ടും വെയിറ്റ് ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ ആലോചന ഇൻസ്റ്റൻ്റ് ആയിരിക്കും, പെട്ടെന്ന് കിട്ടും. ദൈവത്തിൻ്റെ ആലോചന പതുക്കെ വരത്തും. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് പെർഫെക്റ്റ് ആയിരിക്കും, അത് തെറ്റത്തില്ല. എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉന്നതമാകുന്നു. 2 ആലോചനയേ ഉള്ളൂ. 1 പിശാചിൻ്റെ ആലോചന, 2 ദൈവത്തിൻ്റെ ആലോചന. ദുഷ്ടന്മാരുടെ ആലോചന എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം, പിശാചിൻ്റെ ആലോചന. പിശാചിൻ്റെ ആലോചനയാണ് ഏദൻ തോട്ടത്തിൽ വന്നത്. അതിൽ ഹവ്വ ഇൻഫ്ലുവൻസ്ഡായി. അതാ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. സ്വാധീനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനൊരു ശരിയായ മൂലപദം ചെരിയുക എന്നാണ്. സ്തോത്രം. ഒരു മരത്തിലോട്ടൊരു വള്ളി കയറിയാൽ ആ വള്ളി കയറുന്ന വശത്തേക്ക് അവൻ ചെരിഞ്ഞു പോകും. ഇതുപോലെയാണ് കൂട്ടുകാരുടെ സ്വാധീനം. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കുട്ടികൾ പലരും വെളിയിലേക്ക് പോയി, ഇനിയും പലരും വെളിയിലേക്ക് പോകും. പോകാതിരിക്കണമെങ്കിൽ ഇവിടെ നല്ല ജോലിയെ കിട്ടണം. ഇവരെ മറ്റുള്ളവർ സ്വാധീനിക്കുവോ, ഇവർ മറ്റുള്ളവരെ സ്വാധീനിക്കുവോ? ഇതാണ് വിഷയം. ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ 4 പേര് ബാബിലോണിൽ ചെന്നു. 40 പേര് കാണും ആ യൂണിവേഴ്സിറ്റിയിൽ അവരുടെ ക്ലാസ്സിൽ. പക്ഷെ ആ 4 പേരെ 40 പേർക്ക് വളയ്ക്കാൻ പറ്റിയില്ല. ആ 4 പേര് 40 പേരെ വളച്ചു. മക്കളെ, നിങ്ങൾക്ക് ദൈവം തരുന്ന ഇൻഫ്ലുവൻസ് ഭയങ്കര പവറാണ്. നിങ്ങളെ ആരും വളയ്ക്കില്ല, നിങ്ങൾക്ക് മറ്റുള്ളവരെ വളയ്ക്കാം. എങ്ങോട്ട്? യേശുവിലേക്ക്.
കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വേർപാടാണ് ഈ വചനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിടുന്ന ചിന്ത. നിങ്ങൾക്ക് എല്ലാം പാടില്ല. നിങ്ങൾക്ക് എല്ലാം അനുവദിച്ചിട്ടില്ല. ദൈവമക്കൾക്ക് ചിലതിന് നോ എന്നുത്തരം പറയേണ്ടി വരും. ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയാവോ? നോ പറയാൻ പഠിക്കുക. ചില കാര്യങ്ങളോട് നോ എന്ന് പറയാനുള്ള കരുത്ത് മക്കളെ നിങ്ങളിപ്പോഴേ നേടണം. സ്തോത്രം, 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 സ്തോത്രം. നോ എന്ന് പറയാൻ കഴിവുള്ളവനാണ് ശരിക്കും വ്യക്തിത്വമുള്ളവൻ. ദാനിയേല് ബാബിലോണിൽ പറഞ്ഞു, നോ, ഈ ഫുഡ് ഞങ്ങൾക്ക് പറ്റത്തില്ല. ജോസഫ് പൊത്തിപ്പേറിന്റെ ഭാര്യയോട് പറഞ്ഞു, നോ, ഇതെനിക്ക് പറ്റത്തില്ല. എന്താ പറ്റാത്തെ? അതെൻ്റെ ദൈവത്തിന് പറ്റത്തില്ല. നോ പറയാൻ കഴിയുന്നവരാണ് ശരിക്കും വേർപാട് അനുഷ്ഠിക്കുന്നത്. എല്ലാത്തിനും യേശു പറയുന്നവരാണ് സിദ്ധാർത്ഥനെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളാരും ആ യൂണിവേഴ്സിറ്റിയിൽ ആ സമയത്ത് പഠിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ സമാധാനത്തോടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാ കുട്ടികളും ആ കൂട്ടത്തിൽ, കുറേ കുട്ടികളുടെ കൂട്ടത്തിൽ ഇവരും പെട്ടുപോകാം. അത്ര സ്വാധീനമല്ലേ ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ചില രാഷ്ട്രീയ പാർട്ടികളിൽ മെമ്പർഷിപ്പ് എടുക്കാതെ കോളേജിൽ പഠിക്കാൻ പറ്റുകയില്ല. അത്രയ്ക്ക് അടിമത്വം നമ്മുടെ രാജ്യത്തെ വിഴുങ്ങുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നാം ചിലതിനോട് നോ പറയുവാൻ ഒരുങ്ങണം. നിങ്ങൾക്കറിയാം, സയൻസ്, ശാസ്ത്രം അറിയാം. എന്നാലും കുട്ടികളോടും യൗവനക്കാരോടും പ്രത്യേകം ഓർപ്പിക്കുകയാണ്, ഏതെങ്കിലും പൂച്ചക്കുഞ്ഞ് തീയിൽ വീണ് ചത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, റയറാണ്. പട്ടിക്കുഞ്ഞ് വെള്ളത്തിൽ വീണ് ചത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. കാട്ടുപോത്ത് കുഴി വീണ് ചത്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം? അവർക്ക് ജനിക്കുമ്പോഴേ അറിയാം തീ എന്താ, വെള്ളം എന്താ. നമ്മുടെ പിള്ളേരോ? മനുഷ്യന് ആരെങ്കിലും ഉപദേശിക്കണം. ഗ്രേസിയുടെ ആങ്ങള 4 വയസ്സുള്ളപ്പോൾ തീക്കകത്തെടുത്ത് ചാടി. ഇപ്പം അമേരിക്കയിലുള്ള പുള്ളി മുറ്റത്ത് നെല്ല് പുഴുക്കുന്ന വലിയ അടുപ്പാ. അന്നത്തെ കാലമല്ലേ, നെല്ലൊക്കെ പുഴുകി നെല്ല് കോരിയിട്ട് ഉണങ്ങി ചെമ്പ് എടുത്ത് മാറ്റി അടുപ്പിലൊരു 3-4 ദിവസത്തേക്ക് തീ കാണും, ചാരം മൂടി കിടക്കുക. ഈ പുള്ളി കുശൃതിക്കാരനാണ്. പുള്ളി ഓടി വന്ന് അതിനകത്തോട്ട് എടുത്ത് ചാടി, കംപ്ലീറ്റ് പൊള്ളിപ്പോയി. ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തി എടുത്തു. പക്ഷെ പൂച്ചക്കുഞ്ഞ് ചാടുകയില്ല, പട്ടിക്കുഞ്ഞ് ചാടുകയില്ല. അതിനൊക്കെ ജന്മന ഉണ്ട് തീയും വെള്ളവും തിരിച്ചറിയാനുള്ള ഒരു ചെറിയ ടെക്നോളജി. മനുഷ്യൻ്റെ കുഞ്ഞിന് 15ാമത്തെ വയസ്സിലും വെളിവില്ല, 25ലും വെളിവില്ല. പിന്നെയല്ലേ ഇപ്പോഴാ ചിരിച്ച വെളിവായി വരുന്നത്. കൂട്ടുകൂടേണ്ടതാരോട്, കൂട്ടുകൂടരുതാത്തതാരോട്, കഴിക്കേണ്ടതെന്ത്, കഴിക്കരുതാത്തതെന്ത്. കാട്ടിലെന്തോരം വിഷച്ചെടിയുണ്ട്. ഏതെങ്കിലും ഒരു കാട്ടാന വിഷച്ചെടി പറിച്ച് തിന്ന് വയറിളക്കം പിടിച്ചിട്ടുണ്ടോ? ഇല്ല. ഒക്കെ അവർക്ക് മണക്കുമ്പോൾ അറിയാം, കാണുമ്പോൾ അറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചുരുക്കി പറഞ്ഞ മനുഷ്യൻ വെറും പാവ പൊട്ടന, വലിയ പുള്ളിയാന്നൊക്കെ പറഞ്ഞ് മീശയൊക്കെ വെച്ച് നടക്കുന്നതേ ഉള്ളൂ. വെറും കഴുതയാണ്. കഴുതയ്ക്ക് അതിനേക്കാളൊക്കെ അറിവുണ്ട്. എന്നാൽ ഒരു ട്രെയിനിങ് കൊടുത്താൽ ഇവൻ വില്ലനാണ്. ഇവൻ ചന്ദ്രന് വരെ പോകും. പരിശീലനം കൊടുത്താൽ വിമാനം പറപ്പിക്കും.
ഞാൻ യാത്ര ചെയ്തിട്ടുള്ള വിമാനങ്ങളിൽ ഏറ്റവും നല്ല പൈലറ്റ് എമിറേറ്റ്സിലാണ് കാണുന്നത്. എമിറേറ്റ്സിൻ്റെ പൈലറ്റാണ് പറപ്പിക്കുന്നതെങ്കിൽ നിലത്ത് വന്ന് ഇറങ്ങുന്നത് അറിയത്തില്ല. ബാക്കിയുള്ള കണക്കൊന്ന് പൊത്തൊന്ന് താവിട്ടിട്ട് ചാല ഇറങ്ങിയുടെ വഴിക്ക് പോകും. ഓടിച്ച് മടുത്തിട്ടായിരിക്കും. 450 യാത്രക്കാരെയും കൊണ്ട് 45,000 അടി ഉയരത്തിൽ കൂടെ പോകുന്ന ഈ സാധനം താഴോട്ട് ഇറക്കാനാണ് ഏറ്റവും പാടെന്നാണ് പറയുന്നത്. മുകളിലോട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, അതിനേക്കാൾ പാടാ താഴോട്ടിറക്കാൻ. ഞാനിതൊക്കെ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും, ലാൻഡിങ് വളരെ ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ല? ഇങ്ങോട്ട് വരവ് എളുപ്പമാണ്, അങ്ങോട്ട് പോക്ക് ബുദ്ധിമുട്ടാണ്. ലാൻഡിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടുവേദന, കാലുവേദന, ഒന്നിനോടും ഇഷ്ടമില്ല എന്നിങ്ങനെ പറഞ്ഞ് പിന്നെ ആരോടും ഇഷ്ടമില്ല. ഇപ്പോൾ ഒന്നിനോടും ഇഷ്ടമില്ലെന്നാണ് ഇപ്പം പറയുന്നത്. മീൻ ഇഷ്ടമില്ല, ഇറച്ചി ഇഷ്ടമില്ല, ഇങ്ങനെ പറഞ്ഞ് പിന്നെ ആരോടും ഇഷ്ടമില്ല ഉണ്ടാവും. അപ്പം ഏതാണ്ട് പോകാറായെന്ന് തീരുമാനമായി. സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. മനുഷ്യന് ട്രെയിനിങ് ആവശ്യമുണ്ട്, അച്ചടക്കം ആവശ്യം. പുഴയിലൂടെ ഒഴുകുന്ന വെള്ളം ഒരു ടണലിനകത്തൂടെ കയറ്റി വിട്ടിട്ടാണ് ജനറേറ്ററിലോട്ട് വിടുന്നത്. അപ്പോഴാണ് കറണ്ട് ലഭിക്കുന്നത്. പുഴയിൽ കൂടെ പോയാൽ ആ വെള്ളത്തിന് ഒരിക്കലും ഒരു പവറാകാൻ പറ്റത്തില്ല. അതിനെ അച്ചടക്കം ചെയ്തൊരു കുഴലിനകത്തൂടെ കയറ്റുമ്പോൾ ഭയങ്കര ശക്തിയാണ്. അയ്യോ, എന്നെ ശക്തിയാണ് ആ വെള്ളത്തിന്. ആ വെള്ളം വന്ന് വീഴുമ്പോഴാണ് ഈ ജനറേറ്റർ കറങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെയാണ് മക്കളെ, യൗവനക്കാരെ, നിങ്ങളെ ട്യൂൺ ചെയ്തെടുത്താൽ, ദൈവവചനത്തിൻ്റെ അച്ചടക്കത്തിൽ നിങ്ങൾ വളർന്നാൽ, യൗവനക്കാർ മാത്രമല്ല, 90-ാമത്തെ വയസ്സിലും വചനത്തിൻ്റെ അച്ചടക്കത്തിൽ ജീവിച്ചാൽ നിങ്ങൾ പവർഫുൾ ആയിരിക്കും. നിങ്ങൾക്കൊരു നല്ല യൗവനം കിട്ടും, നിങ്ങൾക്കൊരു നല്ല വാർദ്ധക്യം കിട്ടും, നിങ്ങൾക്കൊരു നല്ല ജീവിതം കിട്ടും. ഉറപ്പാണ്. വചനത്തിന്റെ അച്ചടക്കം ചെയ്താൽ മനുഷ്യൻ പെർഫെക്റ്റ് ആവും. ഹല്ലേലൂയ. വാക്യം ഓർമ്മ വരുന്നുണ്ടോ? ഏതു മനുഷ്യനെയും, ബാക്കി പറഞ്ഞാട്ട്, ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് കൊലോസ്യലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ വചനം പ്രസംഗിക്കുന്നത് എന്തിനാ? ഏതു മനുഷ്യനെയും പെർഫെക്റ്റ് ആക്കാൻ. വചനത്തിന്റെ ടണലിനകത്തൂടെ കയറ്റിവിട്ടാൽ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി പ്രയാസം ഉണ്ടെങ്കിലും, ഇച്ചിരി ഞെരുക്കം ഉണ്ടെങ്കിലും, വചനത്തിന്റെ അച്ചടക്കത്തിലൂടെ പോയാൽ നീ സമൂഹത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനാവും, കുടുംബത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനാവും. ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. അച്ചടക്കത്തെക്കുറിച്ചാണ് 1-ാം സങ്കീർത്തനം നമ്മോട് സൂചിപ്പിക്കുന്നത്. അച്ചടക്കം അത്ര സുഖമുള്ളതല്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കതിനായിട്ട് നമ്മെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കാം. വേർപാടിന് ശക്തിയുണ്ട്, വേർപാടിന് ശക്തിയുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. വേർപാടിൻ്റെ ശക്തി കാണിക്കാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 9-ാം വാക്യം വായിച്ചേ. വാക്യം വായിക്കുന്ന ആൾക്ക് മൈക്ക് കൊടുത്താട്ട്. ഇതാണ് വിശ്വാസികളെ പറ്റിയുള്ള ദൈവവചനത്തിൻ്റെ വാക്ക്. എല്ലാവരും അത് മനഃപ്പാഠമാക്കുക, എല്ലാവരും അത് ഹൃദയസ്ഥമാക്കുക. ഇതാണ്
എന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം. ഒന്നുകൂടെ വായിച്ചാട്ടെ. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, അങ്ങനെ ഒരു കൂട്ടര് ഭൂമിയിലുണ്ട്, അവരാണ് നമ്മൾ. ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല, വ്യത്യസ്തരായി ജീവിക്കുന്നു. യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം എന്ന് പറഞ്ഞാല് ഈ ആൾക്കൂട്ടത്തെ എണ്ണാൻ പറ്റൂല, അത്രയ്ക്ക് ജനമുണ്ടെന്ന്. ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? പിന്നെ ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവന്റേതുപോലെ ആകട്ടെ. ഇത് കൂലിക്ക് പ്രവചിക്കാൻ വന്ന ഒരാളാണ്. പഴയ നിയമകാലമാണ്, വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. 19-ാം വാക്യം വായിച്ചാട്ട്. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. പിന്നെ താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്ത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് അത് മറച്ചുകൂടാ. യാക്കോബിൻ തിന്മ കാണാനില്ല. യാക്കോബ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ കാര്യമായി പറയുന്നത്. ഇസ്രായേലിൽ യാക്കോബിൽ തിന്മ കാണാനില്ല എന്ന് പറഞ്ഞാൽ അവരിലൊരു കുറ്റം കണ്ടുപിടിക്കാനില്ലെന്ന് വെളിയിലുള്ളൊരുത്തം പറയുക. യാക്കോബിൽ തിന്മ കാണാനില്ല. നമ്മളെ നോക്കിയിട്ട് നമ്മുടെ അയൽക്കാർ, നമ്മുടെ വീട്ടുകാർ ശരിക്കും പറയണം, അവളിൽ തിന്മ കാണാനില്ല. നമ്മൾ സുവിശേഷം പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രയോജനപ്പെടണമെങ്കിൽ നമ്മുടെ നോക്കിയിട്ട് മറ്റുള്ളവർ പറയണം, അവനിൽ അവളിൽ തിന്മ കാണാനില്ല. ഒരു ജീവിതം നയിക്കാതെ വാഗൊണ്ട് പറഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ജീവിതം വാക്കുകളേക്കാൾ പ്രധാനമാണ്, ശക്തിയുള്ളതാണ്. വായിച്ചോ. ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. കഷ്ടത ഇല്ല എന്നാണോ? ദർശിക്കാനില്ലെന്നാ വായിക്കുന്നത്. അവിടെ ഇരിക്കട്ടെ, ഞാനൊരു ചോദ്യം ചോദിക്കുക. ഇസ്രായേലിൽ കഷ്ടത ഇല്ലേ? ഉണ്ട്. പക്ഷെ വെളിയിലുള്ളവർക്കത് കാണാൻ പറ്റുന്നില്ല. എന്താ കാര്യം? ഇവരുടെ മുഖത്ത് അത് പ്രതിഫലിക്കുന്നില്ല. ഇവരതിനെ ജയിക്കുന്നവരാണ്. ഇവർ കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നവരാണ്. അതുകൊണ്ട് ശത്രു നോക്കിയിട്ട് പറയുകയാണ്, ഇസ്രായേലിൽ കഷ്ടത ദർശിക്കാനില്ല. ഒത്തിരി വിഷയങ്ങളൊക്കെ ഇതിനിടയിലുണ്ട്. പെറുപെറുപ്പുണ്ട്, സർപ്പത്തിൻ്റെ ദോഷമുണ്ട്, അതും ഇതുമൊക്കെ ഇവരനുഭവിക്കുന്നുണ്ട്. പക്ഷെ വെളിയിലുള്ളവൻ നോക്കിയിട്ട് പറയുന്നു, അവരെന്തൊരു ഭാഗ്യമുള്ള ജനമാണ്, കഷ്ടത ദർശിക്കാനില്ല. കാരണം അവരതിനെ ജയിച്ചു. അടുത്തത്, അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടി ഇരിക്കുന്നു. പിന്നെ രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ഇസ്രായേലിനെ നോക്കിയിട്ട് പറയുകയാണ്, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആര് പറയുന്നു? ശത്രു പറയുന്നു. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മെ നോക്കിയിട്ട് പിശാച് പറയുന്നത് നമുക്ക് ഭയങ്കര ബലമാണ്. കാരണം നാം പ്രയാസങ്ങളിൽ തളരാതെ നിൽക്കുന്നത് പിശാച് അത്ഭുതപ്പെടുന്ന കാര്യമാണ്. ഇതാണ് വേർപാടിൻ്റെ ശക്തി. എന്നാൽ അത് പാലിക്കാൻ അല്പമല്ലാത്ത ബുദ്ധിമുട്ട് ഉണ്ട്. അതിൽ ഒന്ന്, വേർപാടിൽ ഒന്ന്, കൂട്ടുകെട്ടുകൾ, കമ്പനീസ്, ഫ്രണ്ട്ഷിപ്പ്. അതാണ് 1-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. വായിച്ചതായതുകൊണ്ട് ഇനി വായിക്കുന്നില്ല. രണ്ടാമത്തേത് ഭാഷയിലാണ്. ഭാഷയിൽ എഫേസ്യർ 5:4. എഫേസ്യർ 5:4. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം എന്ന് പറഞ്ഞാൽ ഈ മലയാള വാക്ക് തന്നെയാണ്. അതിനെ ചീത്ത വിളിക്കുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നമ്മളത് നിർത്തിയല്ലോ, നമ്മളിപ്പോൾ അങ്ങനെ വിളിക്കുന്നില്ലല്ലോ ആരെയും. എന്താ ഈ ചീത്ത എന്ന് പറഞ്ഞാൽ? മലയാളത്തിലെ വാക്കുകളൊക്കെ തന്നെയാണ്.
ഇപ്പം പട്ടിയെ വിളിച്ചാൽ കുഴപ്പമില്ല, മനുഷ്യനെ വിളിച്ചാലോ അത് ചീത്തയായി അല്ലേ? പിന്നെ അതിനേക്കാളൊക്കെ മോശമായ സാധനങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്. സ്വതന്ത്രം അങ്ങനെ ഒന്നും വിളിക്കുന്നില്ലല്ലോ, പിള്ളേരൊക്കെ ചിരിക്കുന്നതന്നെ ഇത് വിളിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ചീത്ത എന്ന് പറയുന്നത് ഓരോ നാട്ടിനും ഓരോ സ്റ്റാൻഡേർഡാണ്. രമ്യ ഹരിദാസ് MP പാവപ്പെട്ട വീട്ടിൽ ജനിച്ചതാണ്. സംഗീതം പഠിക്കാൻ പോകാൻ പൈസ ഇല്ലാഞ്ഞുകൊണ്ട് പഠിച്ചില്ല, പക്ഷെ നന്നായിട്ട് പാടും. ആലത്തൂർ MP ആണ്. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തിയുടെ ഒരു പ്രസംഗത്തിൽ പത്രക്കാർ ചോദിക്കുന്നു, നിങ്ങളെപ്പറ്റി വളരെ മോശമായിട്ട് നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ വാക്ക് അവരവിടെ ഉപയോഗിച്ചു. ഒത്തിരി മോശമൊന്നും അല്ല, എന്നാലും പൊതുവെ പറയുമ്പം വളരെ മോശമാണ്. പാട്ട് ഏത് കഴുതയ്ക്കും പാടാം എന്ന്. അതിന് എന്നാ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ രമ്യ ഹരിദാസ് പറഞ്ഞത്, അവരുടെ കൾച്ചറല്ല എൻ്റെ കൾച്ചർ. അത്രയും പറയാൻ നമ്മൾ വളർന്നോന്നാണ് എൻ്റെ ചോദ്യം. ഒരു പാവപ്പെട്ട വീട്ടിലെ രമ്യ ഹരിദാസ് പറയുക, അവരുടെ കൾച്ചറല്ല എൻ്റെ കൾച്ചർ. അവർക്കെങ്ങനെ പറയാം, എനിക്കെങ്ങനെ പറയാനൊക്കെ. അപ്പം അതിന് അതേ മറുപടി വേണേൽ പറയാൻ മേലെ, എന്നാൽ ആ കഴുതിയോടൊന്ന് പാടാൻ പറ എന്ന് പറഞ്ഞാൽ പോരെ. അതൊക്കെയല്ലേ സാധാരണ ഭാഷ. പുള്ളിക്കാരത്തി പറഞ്ഞു, അതെൻ്റെ സ്റ്റാൻഡേർഡല്ല. ഇതാണ് ദൈവമക്കൾ ഭാഷയോടുള്ള ബന്ധത്തിൽ ഓർക്കേണ്ടത്. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, പിന്നെ എന്നാ ചേർച്ചയല്ലാത്തത് ഒന്നും അരുത്. പിന്നെ സ്തോത്രം അത്രേ വേണ്ടത്. നമ്മളെ കൊണ്ട് ചിലർ പറയിപ്പിക്കും. അന്നേരം നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയും, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ സാത്താൻ ഇടം കൊടുക്കുക. കാരണം നമ്മൾ പറയാൻ സാധ്യതയുണ്ടെന്നല്ലേ. സാത്താൻ ഇടം കൊടുക്കരുത്. പിന്നെ നമുക്ക് ദേഷ്യം വല്ലാതെ വരികയാണെങ്കിൽ എന്താകാമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഉറക്കപ്പറ, സ്തോത്രം അത്രേ വേണ്ടത്. അപ്പോൾ 2-3 സ്തോത്രം ഉറക്കെ അങ്ങ് പറഞ്ഞാൽ മതി. തീരെ സഹിക്കാൻ മേലാതെ. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇവകയൊന്നും വരുത്. സ്തോത്രം അത്രേ വേണ്ടത്. സ്തോത്രവും പറയാൻ മേലാത്ത വീടുകളുണ്ട്. സ്തോത്രം പറഞ്ഞാൽ പിന്നെയും വഴക്കുണ്ടാക്കുന്ന വീടുകളുണ്ട്. നമ്മുടെ നാവിന് ദൈവം ശക്തി തന്നിട്ടുണ്ട്. നാം ആ നാവ് കൊണ്ട് രോഗത്തെ ശാസിച്ചാൽ സൗഖ്യമാവും. നാം ആ നാവ് കൊണ്ട് ഭൂതത്തെ ശാസിച്ചാൽ പുറത്തു പോകും. നാം ആ നാവ് കൊണ്ട് ഭയത്തെ ശാസിച്ചാൽ പുറത്തു പോകും. അതുകൊണ്ട് ആ നാവ് കൊണ്ട് വില കുറഞ്ഞ കാര്യങ്ങൾ, പരദൂഷണം, കുറ്റം, താന്ന ഭാഷ, വേറൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. ഭാഷയിൽ വേർപാട്. 2 കൊരിന്ത്യർ 6:14. അവിശ്വാസികളോട് ഇണയെല്ലാ പിണ കൂടരുത്. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ അവിശ്വാസികളുമായി ചേർച്ചയില്ലാത്ത വിധം കൂടി യോജിക്കരുത്. അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുതെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകാത്തൊരു ഭാഷയാണ്. അതുകൊണ്ട് ഈ ലളിത തർജ്ജിമയ്ക്കകത്ത് നിങ്ങൾ അവിശ്വാസികളുമായി ചേർച്ചയില്ലാത്ത വിധം കൂടി യോജിക്കരുത്, അത് വിവാഹബന്ധം ആണെന്നാണ് തോന്നുന്നത്. വിശ്വാസി അവിശ്വാസിയുമായി വിവാഹബന്ധത്തിന് ഒരുങ്ങരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ വേർപാട് വിവാഹത്തിൽ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം വായിക്കുമ്പോൾ വേർപാട്
ആരാധനയിൽ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. 9-ാം അധ്യായം 13-ാം വാക്യത്തിൽ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. ഫറവോന്റെ മറുപടി, നിങ്ങൾ പോയി ഈ ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പി. അതിന് മോശെ, അങ്ങനെ ചെയ്തുകൂടാ. മിസ്രൈമ്യർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരും. മിസ്രൈമ്യർക്ക് അറപ്പായുള്ളത് അവർ കാണുക ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറിയും. ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ 3 ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിൽ പോയി അവന് യാഗം കഴിക്കണം എന്ന് പറഞ്ഞു. ഇവിടെയാണ് വേർപാട് ആരാധനയിൽ. ഫറവോൻ പറഞ്ഞു, നിങ്ങൾക്ക് ആരാധിച്ചപ്പോൾ ഇവിടെ ആരാധിച്ചോ? പറ്റിയല്ല. നിൽക്കുന്നിടത്ത് നിന്നാ മതി എന്ന ഉപദേശം പറഞ്ഞ ആ കൂട്ടായ്മ ഏതാണ്ട് നശിച്ചു. ഞാൻ ആരെയും അങ്ങനെ പരസ്യമായിട്ട് കുറ്റം പറയാറില്ല, അല്ലാതെയും പറയാറില്ല. ദൈവനാമത്തെ ഉയർത്തുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന ആരോടും നമുക്ക് ഇഷ്ടക്കുറവില്ല. എന്നാൽ ഒരു സഭ അതിൻ്റെ വ്യവസ്ഥ വിട്ടാൽ നിലനിൽക്കത്തില്ല. നിൽക്കുന്നിടത്ത് നിന്നാൽ മതി എന്ന് പഠിപ്പിച്ചിട്ട് ആ കൂട്ടായ്മ ഏതാണ്ട് അടച്ചു പൂട്ടിയതുപോലെയായി. ഈ ആഴ്ചത്തെ ലേറ്റസ്റ്റ് വാർത്തയാണ്. ഒത്തിരി ആളുകളെ, 10,000-കണക്കിന് ആളുകളെ ആകർഷിച്ചു. പക്ഷെ നിൽക്കുന്നിടത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞു. അത് തിരുവചനത്തിന് വിരുദ്ധമാണ്. തിരുവചനത്തിന് വിരുദ്ധമായ ഒരു കൂട്ടായ്മയും എത്ര വലിയ ഉറക്കപ്പാട്ട് പാടിയാലും നിലനിൽക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾ യഥാർത്ഥ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു കൂട്ടായ്മ വന്നു. ഈ പവർ വിഷൻ ഉള്ളതുകൊണ്ടും മറ്റു ചാനലുകളിലൂടെയും മാനസാന്തരപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരൊരു നല്ല കൂട്ടായ്മ വന്ന് ചേരുന്നില്ല. കൃത്യമായി വചനം പഠിപ്പിക്കുന്നിടത്ത്, കൃത്യമായി ആരാധിക്കുന്നിടത്ത് 2 കാര്യം പ്രധാനം: ആത്മാവിലുള്ള ആരാധന, 2 വചനത്തിൻ്റെ കൃത്യമായ ഉപദേശം. ഇത് രണ്ടുമുള്ള ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ ഈ പറയുന്ന ഉണർവെല്ലാം കുറേ കഴിയുമ്പോൾ കിട്ടുപോകും. അങ്ങനെ എത്ര എണ്ണം ഈ തലമുറയിൽ നമ്മൾ കണ്ടു. KP യോഹന്നാൻ എന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യൻ എത്രയോ കൂട്ടായ്മകൾക്ക് ജന്മം കൊടുത്തു. പക്ഷേ വേർപാട് ലംഘിച്ച് 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 ഇപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനം ഇല്ലാണ്ടായില്ലേ? പണമില്ലാഞ്ഞിട്ടാണോ നമ്മൾ എന്ത് പാടുപെട്ട ഒരു കാര്യത്തിന് പൈസ പിരിച്ചെടുക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ട് വരുന്ന 2ാമത്തെ സംഘടനയായിരുന്നു അവരുടേത്. അപ്പോൾ ഫണ്ടൊന്നും കൊണ്ടല്ല, നമുക്കിപ്പോൾ ഇച്ചിരി പണത്തിൻ്റെ കുറവുണ്ട്. ഞാൻ ഈ സെൻട്രൽ കൺവെൻഷനിൽ ഇരുന്നപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു 2 ഏക്കർ സ്ഥലം ലീസിന് കിട്ടിയാൽ മതി. 2 ഏക്കർ സ്ഥലം ലീസിന് കിട്ടിയാൽ മതി, താങ്ങാവുന്ന ലീസിന് വിലയ്ക്ക്. ഒരു 20 കൊല്ലത്തേക്ക് കിട്ടിയാൽ മതി. ഈ കഷ്ടപ്പാടില്ലാതെ വണ്ടി പാർക്കിങ്ങിനും കൺവെൻഷനും എല്ലാം പോക്കും. പക്ഷെ നമുക്കതിനുള്ള ഫണ്ട് ഇപ്പം ഇല്ല, അതിനുള്ള സൗകര്യമുള്ളവർ നമ്മുടെ സഭയിലും ഇല്ല. നമ്മുടെ സഭയിലും അതിനുള്ള സമ്പന്നതയുള്ളവർ ഇപ്പോഴില്ല. ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പണത്തിൻ്റെ കുറവ് നമുക്കുണ്ട്. പക്ഷെ പണം ഒത്തിരിയുള്ള ചർച്ചകളും ഉപദേശം പാലിക്കാഞ്ഞതുകൊണ്ട് തകർന്നുപോയി. ഫറവോൻ ഒരു കോംപ്രമൈസിന് തയ്യാറായി. നമുക്കിവിടെ അങ്ങ് പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രമാണത്തിൽ ആരാധിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേർപാടിൽ ആരാധിക്കണം. ഞങ്ങളുടെ ദൈവത്തിന് ഈ മിക്സ് ചെയ്തുള്ള പരിപാടി ഇഷ്ടമല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ.
ഞാൻ ഉത്തരവാദിത്വത്തോടെ പറയുകയാണ്, ശരിയായ ഉപദേശത്തിൽ വന്നത് നിങ്ങളുടെ ഭാഗ്യമാണ്. അനുഗ്രഹിക്കപ്പെട്ട വചനം കിട്ടുന്നത് ഭാഗ്യമാണ്. കുറച്ച് പാട്ടുപാടി കുറെ നേരം ദൈവത്തെ സ്തുതിച്ചു, അതുകൊണ്ട് മാത്രം അത് ചർച്ച ആകുന്നില്ല. അതൊരു കാര്യം. ഇത് രണ്ടാമത്തെ കാര്യം, വേർപാട് ആരാധനയിൽ. സ്തോത്രം. മൂന്നൊക്കെ കഴിഞ്ഞു അല്ലേ? 4 കഴിഞ്ഞു, 5 അല്ലേ? ആരാധന അല്ല, വേർപാട് ഭക്ഷണത്തിൽ. എടുത്തു വായിക്കണമെന്നില്ല. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 7-ാം വാക്യം. രാജാവിൻ്റെ ഭോജനം കൊണ്ടും താൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധനാക്കയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അപ്പൊ ഭക്ഷണം കൊണ്ട് അശുദ്ധി വരുമോ? വരും. ഭക്ഷണപാനീയങ്ങളാൽ അശുദ്ധി വരുമോ? വരും. ദാനിയേൽ എന്ന ടീനേജ് പ്രായക്കാരൻ ഇതെങ്ങനെ അറിഞ്ഞു? 10-18 വയസ്സുള്ള ഈ കുട്ടി ഏത് ഭക്ഷണം കിട്ടി ഇങ്ങോട്ട് പിടിച്ച് കടിക്കാത്ത എന്നാ കിട്ടിയാലും കഴിക്കുന്ന പ്രായമാണ്. അപ്പോൾ ആ ചെറുക്കൻ പറയാണ്, ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചത് എനിക്ക് മറക്കാൻ പറ്റില്ല. എനിക്ക് പ്രമാണം വിട്ട് ഒരു ഫുഡും വേണ്ട. കണ്ടോ ഡിസിപ്ലിൻ? കണ്ടോ? ഇതാണ് ബൈബിൾ, ഇതാണ് സഭ. ദാനിയേൽ അന്ന് ചെറിയ കുട്ടിയാണ്, പക്ഷെ ദാനിയേൽ ഒരു നിലപാടെടുത്തു. എനിക്ക് പറ്റത്തില്ല. അത് പിന്നെ ജ്ഞാനത്തോടെ താൻ അവിടെ കൈകാര്യം ചെയ്തു. അവർക്ക് ഒരു കൺസെഷൻ, ഒരു വിട്ടുവീഴ്ച ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. നമ്മളിവിടെ ഇന്ന് ഈ വചനധ്യാനം ക്ലോസ് ചെയ്യാൻ പോകുന്നു. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 9-ാം വാക്യം. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 9-ാം വാക്യം. ഒറ്റ മിനിറ്റ്. ധനികന്മാരാകാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഈ സഭയിലുണ്ടോ? ലോകത്തിലുണ്ടോ? ഉത്തരം പറയണ്ട. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ആഗ്രഹം. എന്നാൽ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തരാണ്. നമുക്ക് ആവശ്യത്തിന് പൈസ വേണം, പക്ഷെ പൈസ ഉണ്ടാക്കുന്നത് നമ്മുടെ ലക്ഷ്യമാകരുത്. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനാകണം എന്ന ചിന്ത ഒരു ദൈവ പൈതലിന് നല്ലതല്ല. സ്തോത്രം. വായിച്ചു മുഴുവനും. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹനങ്ങൾക്ക് ഇരയായി തീരുകയും ചെയ്യും. അറിയാതെ ചെന്ന് അവൻ കുടുങ്ങുമെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കർത്താവ് തരും. എന്നാൽ നിങ്ങൾ ധനികനാകാൻ വേണ്ടിയിട്ട് വല്ലാതെ പരിശ്രമിച്ചാൽ നിങ്ങൾ കുടുക്കിൽ വീഴും. അടുത്ത വാക്യം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ദ്രവ്യം അല്ല, ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും കാരണമാണ്. അപ്പോൾ സാമ്പത്തികത്തിൽ വേർപാട് പാലിക്കണം. മാർച്ച് മാസം 1, 2, 3 തീയതികളിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിവാഹത്തിൻ്റെ 1ാമത്തെ ചടങ്ങ് നടന്നു. അതിൻ്റെ പേര് പ്രീ മാരേജ്. അത് ഗുജറാത്തിലെ ജാംനഗറിലായിരുന്നു. അതിനകത്തെ മണവാളൻ്റെ പേര് ആനന്ദെന്നും വിളിക്കുന്നു. മുകേഷ് അംബാനിയുടെ ഇളയ മകനാണ്. ആ കല്യാണത്തിന് ചെലവ്, കല്യാണം വരുന്നേ ഉള്ളൂ, ഇത് പ്രീ മാരേജാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഗേജ്മെൻറ്റ് പോലെ ആയിരിക്കാം. അതിൻ്റെ ചിലവ് 1000 കോടി. ഇനി ഇത് കഴിഞ്ഞ് കല്യാണം വരാൻ പോകുന്നു. അത് കാട്ടിൽ വെച്ചായിരിക്കും. അതിന് കാടൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അത് കാണുമ്പം പിള്ളേർക്ക് മനസ്സിൽ പല പ്ലാനുകൾ വരും. കല്യാണം കഴിക്കുകയാണ്, ഇങ്ങനെ കഴിക്കണം. കല്യാണം വരുമ്പം വലിയൊരു ബുദ്ധിമുട്ടാണ്.
മാതാപിതാക്കൾക്ക്. കാരണം പിള്ളേരെല്ലാം നേരത്തെ നെറ്റിൽ കൂടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ഇന്നാൾ 2 പിള്ളേർ പറയുന്നത് വെള്ളത്തിന് അടി വെച്ച് നടത്തണം. എന്നാ ചെയ്യാനാ? പേരൻസ് എന്ത് ചെയ്യാൻ? വയസ്സാം കാലത്ത് അവർക്ക് വെള്ളത്തിൽ പോയി മുങ്ങിക്കിടക്കാൻ പറ്റും. സ്തോത്രം. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മോക്ക് കല്യാണം വരുന്നു, ന്യൂയോർക്കിലാണ്. നാട്ടിൽ വന്ന് എൻഗേജ്മെൻറ്റ് നടത്തണം. ഒരു ഓഡിറ്റോറിയം ഒന്ന് നോക്കാവോ എന്നോട് ചോദിച്ചു. ഞാൻ 1-2 ഓഡിറ്റോറിയത്തിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി പിള്ളേരുടെ പ്ലാൻ വേറെയാണ്. അപ്പോൾ അവർക്കെല്ലാം മാതൃകയായിട്ട് അംബാനിയും ആനന്ദും കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് പാട്ട് പാടാൻ ഒരു സഹോദരിയെ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നു. പുള്ളിക്കാരത്തിക്ക് ഒരു ദിവസം പാടുന്നതിന് 70 കോടി രൂപ. 70 ലക്ഷമല്ല, 70 കോടി. സാമ്പത്തികം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. മൂന്ന് ദിവസമായിട്ട് ആ ചടങ്ങ് നടക്കുകയായിരുന്നു. അതിൻ്റെ വിഭവങ്ങളും വസ്ത്രങ്ങളും എല്ലാം പ്രത്യേകമാണ്. എന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം പറയുന്നു, ഒന്നുകൂടെ ആ വാക്യം വായിച്ചേര്. 1 തിമോത്തിയോസ് 6:9. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ആമേൻ. ദുർവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലം. ആർഭാട ജീവിതവും ദ്രവ്യാഗ്രഹവും ആത്മീകർക്ക് പറ്റിയതല്ല. എന്നാൽ ആവശ്യങ്ങളൊന്നും ദൈവം മുടക്കത്തില്ല. അത് ഏറ്റവും മാന്യമായിട്ട് തന്നെ ചെയ്യും. അവനാർക്കും കടക്കാരൻ അല്ല. വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ഏറ്റവും ഒടുവിൽ വസ്ത്രധാരണത്തിൽ വേർപാട്. 1 തിമോത്തിയോസ് 2:8 മുതൽ. പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുരുഷന്മാര് കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. സ്ത്രീകൾ കൈ ഉയർത്തിയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ആ എല്ലാത്തിനും ഒരു മര്യാദയും മാന്യതയൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. അത് യഹൂദന്മാർക്കും ഉണ്ട്. സ്ത്രീകളുടെ ശരീരപ്രകൃതി വ്യത്യാസമുള്ളത് കൊണ്ട് കൈ ഉയർത്താം, ഒത്തിരി വേണ്ട. അതല്ല ഇപ്പോഴത്തെ വിഷയം. അടുത്ത വാക്യം. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. അപ്പൊ സഹോദരിമാര് വസ്ത്രത്തിൽ ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ പോലെ ആകരുത്. സ്തോത്രം, 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 സ്തോത്രം. പല സ്ഥലങ്ങളിലേക്കൊക്കെ കല്യാണം നടത്താൻ വിളിക്കും. ഞാൻ ഇവിടെ മാത്രമാണ് അധികം നിൽക്കത്തുള്ളെങ്കിലും ചില നിർബന്ധത്തിന് വഴങ്ങും. അപ്പോൾ പിന്നെ എന്നെ ആ തുണിയാണ് ഉടുക്കുന്നതെന്ന് മുൻകൂട്ടി എന്നെ ഒന്ന് കാണിക്കണമെന്ന് ഞാൻ പറയും. കാരണം അത്രമാത്രം ദാരിദ്ര്യമാണ് ചില സ്ഥലത്ത്. കാരണം ബ്ലൗസിന് കൈയൊന്നും വെക്കാനുള്ള പൈസ ഇല്ലേ. അപ്പോൾ ഇച്ചിരി തുണിയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൈയില്ലാത്ത ബ്ലൗസ് തയ്ച്ചു. അപ്പം അതൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ നമുക്ക് നടത്താൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അന്നേരം അവിടെ വെച്ച് കൈ വെച്ച് കൊടുക്കാൻ നേരമില്ല. പിന്നെ കൈ കൊടുക്കാനേ നേരമുള്ളൂ. അപ്പം അതുകൊണ്ട് പലരും വിഷമിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറയുക, ഒരു ഷാള് തലയിൽ ഇടാനില്ലാതെ പെങ്കൊച്ചുങ്ങളെ കയറ്റി വിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ഞാൻ ആളെ വിട്ട് ഷാള് മേടിപ്പിച്ച് ഇടിയിക്കും അയൽവക്കത്തുനിന്ന്. അങ്ങനെ പതുക്കെ പതുക്കെ അതപ്പതിച്ച് ഫാഷൻ കയറി വിഴുങ്ങുകയാണ്. എന്നാൽ ബ്യൂട്ടി പാർലറിൽ തലേ ദിവസം തൊട്ട് പോയി ഇരിക്കാനൊക്കെ സമയമുണ്ട്. ദൈവത്തെ അപമാനിക്കാതെ, ദൈവസഭയെ അപമാനിക്കാതെ ദൈവമക്കൾ വസ്ത്രം ധരിക്കണം.
വേർപാടിന് ശക്തിയുണ്ട്, പക്ഷേ വേർപാടിന് ബുദ്ധിമുട്ടും ഉണ്ട്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മൾ ഈ സമൂഹത്തിൽ വ്യത്യസ്തരാണ്. നമ്മൾ ഈ സമൂഹത്തിൽ വേർപെട്ടവരാണ്. എപ്പോഴും എവിടെയും ഇത് ഓർമ്മയിൽ ഇരിക്കട്ടെ. സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയതായ കുടുംബങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രമാണങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. നാം വേർപെട്ട ജനമാണ്. ശത്രു നോക്കിയിട്ട് പറയുന്നു, ഇതാ തനിച്ചു പറക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. കാലം മാറി വരുന്നു, പക്ഷേ കുട്ടികളെ, നിങ്ങൾ വേർപെട്ടവരാണ്. ദാനിയേൽ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, എനിക്കത് കഴിക്കാൻ ഒക്കത്തില്ല. ജോസഫ് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു, എനിക്ക് ആ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കർത്താവിനെ മാനിച്ചാൽ കർത്താവ് നിന്നെ മാനിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഉറക്കെ പറഞ്ഞാട്ടെ, കർത്താവിനെ മാനിക്കുന്നവനെ കർത്താവ് മാനിക്കും. അതിന് തെളിവാണ് ജോസഫ് ദൈവത്തെ മാനിച്ചു. അതുകൊണ്ട് ജോസഫിനെ ദൈവവും ഏറ്റവും മാനിച്ചു. ദാനിയേൽ ദൈവത്തെ മാനിച്ചു, ദാനിയേലിനെ ദൈവം ഏറ്റവും മാനിച്ചു. നിങ്ങളെല്ലാവരും ദൈവത്താൽ മാനിക്കപ്പെടും നിശ്ചയം. എന്നാൽ ഈ കേൾക്കുന്ന വചനങ്ങളെല്ലാം ജീവിതത്തിലേക്ക് പകർത്തണം. കണ്ണുകൾ അടച്ചൽപ്പനേരം ദൈവവചനത്തെ ധ്യാനിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ സത്യക്രിസ്ത്യാനിത്വം നിന്നിൽ വെളിപ്പെടുത്തുവാൻ. ആത്മാവിലും സത്യക്രിസ്ത്യാനിത്വം നിന്നിൽ വെളിപ്പെടുത്തുവാൻ. വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചതാ, വിശ്വാസത്തിനായി നീയും പോർ ചെയ്തിടുക. വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ചതാ, വിശ്വാസത്തിനായി നീയും പോർ ചെയ്തിടുക. ആമേൻ. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ഓ നീതി കെട്ടോർ നീതി കേടിൽ വർത്തിച്ചിടുമ്പോൾ, ദോഷവഴിയിൽ ജനങ്ങളേറ്റം വിരഞ്ഞോടിയിടുമ്പോൾ, നീതി കെട്ടോർ നീതി കേടിൽ വർത്തിച്ചിടുമ്പോൾ, ദോഷവഴിയിൽ ജനങ്ങളേറ്റം വിരഞ്ഞോടിയിടുമ്പോൾ, നീതിമാന്മാർ ഇനിയും അധികം നീതി ചെയ്യട്ടെ. വിശുദ്ധരിനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതിമാന്മാർ ഇനിയും അധികം വിശുദ്ധരിനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ദൈവഹിതമെന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ദൈവഹിതം. ആമേൻ.
അറിയുവാൻ പ്രയാ